കുമാര കുമാര, എന്താ രക്ഷിതേ? നമ്മൾ ഇന്നലെ വെട്ടിയത് കൊല്ലാൻ ഉദ്ദേശിച്ച ആളെയല്ല, ആള് മാറിയ വെട്ടിയത്. ഉദ്ദേശിച്ച ആൾ അതേ സീറ്റിലിരുന്നാണ് ടൗണിൽ നിന്ന് വന്നത്. പക്ഷേ അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ തൊട്ടു മുന്നിലെ സ്റ്റോപ്പിലിറങ്ങി. ആശുപത്രി കിടക്കുന്ന അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരുന്ന ഒരു രാമനാഥനെയാണ് നമ്മൾ വെട്ടിയത്. ആള് മാറിവെട്ടി. കൊല്ലപ്പെട്ടത് സാധുവായ ഒരു ചെറുപ്പക്കാരനാണ്. നാടെങ്ങും പോലീസ് അരിച്ചു പെറുക്കുകയാണ് എന്ന് കരുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യണം ദുർഗെ? ഒരു കാരണവശാലും പിടികൊടുക്കരുതെന്നാണ് മോളിൽ നിന്നുള്ള ഉത്തരവ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നു. ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്ത് കോടശ്ശേരി മലയാണ്. നമുക്ക് മല കയറാം. കുറച്ചുനാൾ കഴിഞ്ഞ് അന്വേഷണത്തിന്റെ ചൂടാറുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നു. ശരി ദുർഗെ, ഞങ്ങൾ റെഡി. ഞാൻ എന്താ? കുമാരന്റെ വീടല്ലേ ഇത്? അതെ. ആ, അവനല്ലേ ഇവിടെ? ഇല്ല, ജോലിക്ക് പോയിരിക്ക ടൗണില്. എന്നാ പോയത്? 3 ദിവസമായി. ഒറ്റയ്ക്കാണോ അതോ കൂടാരിലുണ്ടോ? അവന്റെ ഒരു കൂട്ടുകാരൻ ദാസിന്റെ കൂടെയാ പോയിരിക്കുന്നത്. ദാസ്, ദുർഗാദാസ് അല്ലേ? അതറിയില്ല. ഇനി എന്നാ മോൻ വരണേ? വരണെന്ന് എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഭർത്താവിന് എന്താ പണി? മരിച്ചുപോയി. പിന്നെ അവൻ എപ്പോ വന്നാലും ഉടനെ സ്റ്റേഷനിലേക്ക് എത്താൻ പറയണം. എന്താ കാര്യം സാർ? ആവശ്യമുണ്ട്. എന്താ അമ്മേ? എനിക്കറിയില്ല മോളെ. കുമാരൻ അന്വേഷിച്ചു വരേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇനി ചിലപ്പോ റോഡ് പണിയുടെ ഭാഗമായിട്ട് വല്ലതും അന്വേഷിക്കാൻ വന്നതാവോ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ദേവി, എന്റെ കുട്ടനെ കാത്തോളനെ. ഞാനില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോണം, അമ്മയെ കാണണം. ഇല്ല, നീ എങ്ങും പോകുന്നില്ല. ഇത് എന്റെ തീരുമാനമാണ്. ചോര കണ്ട് അറപ്പും വെറുപ്പും മാറിയ കൈകളായത്. കൊന്നുകളയും ഞാൻ. ദുർഗെ, അവനൊരു പാവ. നിനക്കെന്താ ഇവനോട് സെന്റിമെന്റ്സാ? നിന്നോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ദുർഗ. പിന്നെ നീ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പോകൂ. എന്നാ ഞാൻ പോയിക്കോട്ടെ. നീ എന്തിനങ്ങനെ വിഷമിക്കണേ? ഈ തൊഴിലിൽ തന്തയും തള്ളയും ബന്ധങ്ങളൊന്നുമില്ല. ഈ തൊഴിലിന് ഒറ്റ മിത്രമേ ഉള്ളൂ, മരണം. മരണത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. കുമാര, മരണം സൗന്ദര്യമാണ്. മരണത്തെ വശ്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായി സങ്കല്പിച്ചു നോക്ക്. ആരെയും മോഹിപ്പിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന സൗന്ദര്യം. വിടർന്ന കണ്ണുകളും ചുവന്ന കവിൾത്തടങ്ങളും മധുരിക്കുന്ന ചുണ്ടുകളും ഇടതൂർന്ന മുടിയും. രാവിലെ മുതൽ ഈ നേരം വരെ ഞാൻ സ്റ്റേഷനിൽ നിന്നു.
ആരും ഒന്നും പറയണില്ല. ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ഓഫീസർമാരൊക്കെ വന്ന് പോണുണ്ട്. ഗുരുതരമായ വല്ല കേസുവാണെങ്കിൽ പിന്നെയും പോലീസ് അന്വേഷിച്ച് വന്നേനെ. നീ എന്തായി പറയണേ? അങ്ങനെ വല്ല കുഴപ്പത്തിൽ ചെന്ന് ചാടോ എന്റെ കുട്ടി? എന്റെ സുഭദ്രെ, വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് നീറ്റാണ്ടിരിക്കുക. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല മുത്തപ്പ. കണ്ണടച്ചൊക്കെ ദുസ്വപ്നങ്ങളാ. അത് മനസ്സിന് കട്ടിയില്ലാത്തോണ്ടാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ധൈര്യമില്ലാത്ത കുട്ടിയാവൻ. ഇത്രയും പ്രായമായിട്ടും അമ്മയുടെ പിന്നിൽ നിന്ന് മാറിയിട്ടുണ്ടോ അവൻ? അതെ, കണ്ണിന് കാഴ്ച കുറവാന്നും എന്നും തലവേനയാന്ന് പറഞ്ഞ് ദൂരെ ഒരു സ്ഥലത്ത് മണിക്ക് പോവാത്ത ചെക്കനല്ലേ. അതെ, അങ്ങനെ ഒരാൾ എന്ത് കേസുണ്ടാക്കാനാ? സുഭദ്രാമ ധൈര്യമായിട്ടിരിക്കും. ആ, അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ധൈര്യം കൈവിടാണ്ടിരിക്കുക. സ്വന്തം മകന് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് അറിയുന്ന അമ്മയുടെ വിഷമം പറഞ്ഞ തീരില്ല മുത്തപ്പ. നെഞ്ചു പിടയ്ക്കുക. വല്ലാത്തൊരു വേവലാതി. നല്ല കഥയായി. കാവുകളുടെ തിരുമുറ്റത്ത് മുടിയഴിച്ചുറഞ്ഞാടി ദേവിയെ ആവാഹിച്ചു വരുത്തുന്ന ആളല്ലേ സുഭദ്രാമ്മ? ആ ദേവിയെ നന്നായിട്ട് മനസ്സിലങ്ങോട്ട് ധ്യാനിച്ചോളൂ, ഒന്നും സംഭവിക്കില്ല. ആ മുത്തപ്പ, ഞാൻ ഇറങ്ങാണ്. വിഷമിക്കണ്ട, അവൻ വരും. യാതൊരു അനർത്ഥങ്ങളും ഇല്ലാതെ അവൻ വരും. ഏട്ടാ, എന്താ ഏട്ടാ? എന്താ എന്തു പറ്റി? എന്താ ഈ നേരത്ത്? ആ, ജോലി ശരിയായില്ലേ? ഏട്ടൻ എന്താ മിണ്ടാത്തെ? വലിയവരെ ഉപദ്രവിച്ചോ? എന്തെങ്കിലും പറയണ്ട കുട്ടാ. പറയേട്ടാ. നിന്നെ തിരക്കി പോലീസുകാർ വന്നിരുന്നല്ലേ ഇവിടെ? നീ വല്ല ആപത്തിലും ചെന്ന് പെട്ടോ? എന്താ എന്താ ഇത്? ഒന്നുമില്ലമ്മേ. കാണിക്കേ. അമ്മേ, ഇതിലൊന്നുമില്ല. അമ്മേ, വേണ്ട അമ്മേ, വേണ്ട, തുറക്കണ്ട അമ്മേ. അമ്മേ, വേണ്ടമ്മേ. അമ്മേ, അമ്മേ. എന്താ ഇത്? ചോര. അയ്യോ, ഏട്ടാ. പറ. എന്റെ കുട്ടൻ എന്ത് പറ്റി? മോനെ, പറടാ. 4 ദിവസം മുമ്പ് ബസ്സിന്ന് പിടിച്ചിറക്കി ഒരാളെ വെട്ടിക്കൊന്ന വാർത്ത പത്രത്തിലുണ്ടായിരുന്നില്ല. ആ, അയാളെ കൊന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ദാസേട്ടൻ എന്നെ കൊണ്ടുപോയത് ഈ ജോലിക്കായിരുന്നു. എന്റെ കുട്ടനൊരാളെ കൊല്ലാൻ സാധിക്കോ? ഇല്ല, സാധിക്കില്ല. ഇല്ല, ഇല്ല, സാധിക്കില്ല. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ഇല്ല, ഇല്ല. അയ്യോ, എനിക്ക് വയ്യ. മോനെ. എന്റെ കുട്ടി എവിടെയെങ്കിലും പോയി ഒളിച്ചോ. ഒട്ടേഷൻ പണി കഴിഞ്ഞ് കാശ് വാങ്ങിച്ച് വിശ്രമിക്കാൻ വന്ന കേരള. അയ്യോ, എന്റെ കുട്ടനൊന്നും മാറി നിൽക്ക്. അയ്യോ, എന്റെ കുട്ടനെ